എഗ് നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. നല്ലൊരു ഹെൽത്തി ആയിട്ട് തന്നെ ഇന്നത് ഉണ്ടാക്കാം. ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ വെജിറ്റബിളൊക്കെ നമുക്ക് പിള്ളേരൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ നൂഡിൽസ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അങ്ങ് എളുപ്പം കഴിച്ചോളും. ഞാൻ കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാബേജ് ഉണ്ട്, പിന്നെ ക്യാപ്സിക്കം ആണ്. ഇത് ക്യാപ്സിക്കം ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ നമുക്ക് ആദ്യം എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റണം. നമുക്ക് 2 മുട്ട ഇതൊന്ന് വേറെ ആയിട്ട് ഇച്ചിരി കുരുമുളക് പൊടി ഉപ്പ് ഇട്ട് ഒന്ന് അടിച്ചിട്ട് വേറെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഞാൻ ആട്ടയുടെ നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. മറ്റേ നൂഡിൽസ് ആണെങ്കിലും കിട്ടുന്ന ആട്ട നൂഡിൽസ് ആണെങ്കിലും ഒന്നും കൂടി നല്ലതായിരിക്കും. പിന്നെ അതിനകത്ത് കിട്ടുന്ന മസാല തന്നെയാണ് നമ്മൾ ആ നൂഡിൽസിൻ്റെ പാക്കറ്റിൽ കിട്ടുന്ന മസാല. ഞാൻ 2 പാക്കറ്റ് ഇടുന്നുണ്ട്. കൂടുതൽ നമുക്ക് സോസൊക്കെ ചേർക്കാം. ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് 2 സ്പൂൺ ചേർക്കണം. ഇത് ചില്ലി സോസാണ്. ഇതൊരു 1/2 സ്പൂൺ നമുക്ക് ചേർക്കാം. ഇത് വെറുതെ ചില്ലി സോസാണ്. ഇത് റെഡ് ചില്ലി സോസാണ്. ഇത് ചില്ലി സോസ്, ഇത് സോയാ സോസ്. ഇതൊക്കെ നമുക്ക് ഓരോരോ സ്പൂൺ വീതം ചേർക്കാം. ആദ്യം നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് ഈ നൂഡിൽസ് ഒന്ന് വേവിപ്പിച്ചെടുക്കണം. വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ അതിനകത്ത് 1 സ്പൂൺ എണ്ണയും ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് വേണം ഇതൊന്ന് വേവിപ്പിച്ചെടുക്കാൻ. ആദ്യം നമുക്കിത് വേവിപ്പിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അതൊരുവിധം തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഈ നൂഡിൽസ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് മുങ്ങി നിൽക്കുന്നത് പോലെ വെള്ളം എടുക്കണം നമ്മൾ ഇട്ട് കഴിയുമ്പം. ഇതിനകത്ത് 1 സ്പൂൺ എണ്ണയും കൂടി ഞാൻ ഒഴിക്കുവാണ്. ഇപ്പം നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ നൂഡിൽസൊക്കെ വെന്ത് വരുമ്പോൾ ഒത്തിരി സ്റ്റിക്കി ആകാതെ ഒന്ന് വിട്ട് കിടക്കും. അതിന് വേണ്ടിയാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നത്. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഉപ്പും കൂടെ ഇടാം. നൂഡിൽസിനൊന്ന് വെന്ത് വരുമ്പോൾ ഉപ്പും എണ്ണയൊക്കെ ഒന്ന് ഉള്ളതുകൊണ്ട് നല്ലതായിരിക്കും. ഇത് വെന്തൊന്ന് സോഫ്റ്റ് ആവണം. അത് കഴിഞ്ഞ് നമ്മളിത് ഊറ്റുമ്പം അതിൻ്റെ മുകളിലോട്ട് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇച്ചിരി തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇത് വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കാം. പാൻ ചൂടാക്കി ഞാൻ ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെജിറ്റബിളൊക്കെ അതിനകത്തോട്ട് ഇപ്പം ചേർക്കാം. ഇതെല്ലാം ഒന്നിച്ചങ്ങ് വഴറ്റിയാൽ മതി. ക്യാരറ്റും ക്യാബേജും ഒക്കെ ആയിക്കൊണ്ട് ഒരുപാട് വേവൊന്നുമില്ല. നമ്മൾ എണ്ണയിലൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ലപോലെ ഒന്ന് വഴന്ന് വരെ നമുക്ക് ഇളക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ നൂഡിൽസ് ഒന്ന് വേവിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് നോക്കാം. വെന്തിട്ടില്ല. വെന്ത് കഴിയുമ്പോൾ നല്ലതുപോലെ ഈ മേളിലോട്ട് ഇങ്ങനെ നൂഡിൽസ് എല്ലാം പൊങ്ങി വരും. നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. നമുക്ക് നെക്കി നോക്കുമ്പോൾ അറിയാം. ഇച്ചിരി നേരം കൂടെ വേവിപ്പിക്കാം. നമുക്ക് ഈ വെജിറ്റബിളിന് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. നൂഡിൽസ് വേവിപ്പിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടതുകൊണ്ട് നമുക്കൊന്ന് 2 മിനിറ്റ് ഒന്ന് ലിഡ് വെച്ചൊന്ന് മൂടി വെക്കാം. നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് വേവാൻ വേണ്ടി. നൂഡിൽസ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ വെന്ത് കഴിയുമ്പോൾ അറിയാം ഇതെല്ലാം ഇങ്ങനെ പൊങ്ങി വരും വെള്ളത്തിൽ നിന്ന്. അപ്പം ഞാനിതൊന്ന് ഊറ്റിയിട്ട് ഇച്ചിരി തണുത്ത വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വെക്കാം. ആ സമയമാകുമ്പോഴത്തേന് നമ്മുടെ വെജിറ്റബിളും കറക്റ്റ് ആവും. നമുക്കിത് ഊറ്റിയെടുക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിളൊന്ന് നോക്കാം. ഇത് നല്ല വെന്ത് പാകമായിട്ട് ഇരിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന മസാല ഞാൻ ആദ്യം ചേർക്കുവാണ്. ഇതിന് ഇത് റെഡ് ചില്ലി സോസാണ്. നമുക്കിതൊരു 1/2 സ്പൂൺ ചേർക്കാം. വേറെ നമ്മൾ എരിവിനൊന്നും ചേർക്കുന്നില്ല. അത് കാരണം നമ്മളൊന്ന് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് വേണം. പിന്നെ ഇത് ചില്ലി സോസാണ്. ഇതും ഒരു 1/2 സ്പൂൺ ചേർക്കാം. സോയാ സോസ് നമുക്ക് ഒരു വലിയ സ്പൂൺ തന്നെ ചേർക്കാം. നൂഡിൽസിനൊക്കെ സോയാ സോസ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. 2 സ്പൂൺ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും ചേർക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ ഇതുകൊണ്ട് നൂഡിൽസ് നല്ലതുപോലെ വേവിച്ച് തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്ന ഇതിൻ്റെ കൂടെ നമുക്കിപ്പോൾ ചേർക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം.
നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചത് കൊണ്ടാണ് ഇത് നൂഡിൽസൊക്കെ നല്ലപോലെ വിട്ട് കിടക്കുന്നത്. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ മുട്ടയൊന്ന് വേറെ ഒരു പാനിനകത്താണ് റെഡിയാക്കി എടുക്കുന്നത്. അത് ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമുക്ക് ചേർത്താൽ മതി. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് മുട്ട ഉണ്ടാക്കണം. നല്ലപോലെ നൂഡിൽസൊക്കെ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇനി അടുത്ത പാൻ വെച്ച് മുട്ട ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് മുട്ടയ്ക്കകത്ത് ഇച്ചിരി കുരുമുളകും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് അടിക്കാം. ഒന്ന് അടിച്ചിട്ടുണ്ടാക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് സ്ക്രാമ്പിൾ ചെയ്യാൻ എളുപ്പമുണ്ട്. ഞാൻ 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനിനകത്ത്. നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. എന്നിട്ട് നമുക്കൊന്ന് നല്ലപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇച്ചിരി തീ നല്ലതുപോലെ വെക്കുവാണെങ്കിൽ, പെട്ടെന്ന് കൂട്ടി വെക്കുവാണെങ്കിൽ വലിയ പീസായിട്ട് നമുക്കങ്ങ് എടുക്കാം. നൂഡിൽസിനകത്ത് ഇടാനായത് കൊണ്ട് നമ്മൾ ഒത്തിരി ചെറുതാക്കണ്ട. ഇച്ചിരി ഒന്ന് നീളത്തിൽ കിടക്കുന്ന പോലെ എടുക്കാം. മുട്ട റെഡി ആയിട്ടുണ്ട്. ഒത്തിരി ചെറിയ പീസാക്കുന്നില്ല ഞാൻ. നമുക്കിനി ഇപ്പോൾ ഈ നൂഡിൽസ് വേവിച്ച് വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ് നൂഡിൽസ് നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.